ഹൈക്കോടതി വിധിച്ചിട്ടും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. പെർമിറ്റുകൾ പുതുക്കി നൽകിയില്ലെങ്കിൽ ബസ്സുകൾ നിർത്തിവെച്ചുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നിർബന്ധിതമാകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ബസ് റൂട്ടുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പെർമിറ്റുകളും സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാർ വിജ്ഞാപനം കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ടും വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാത്തത് പ്രതിഷേധാർഹവും ഹൈക്കോടതി വിധിയുടെ ലംഘനവുമാണ്. കേരള ഹൈക്കോടതി 2024 നവംബർ 6-ാം തീയതിയാണ് വിജ്ഞാപനം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ പെർമിറ്റുകൾ അനുവദിച്ചാൽ KSRTCക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവുമെന്ന തെറ്റായ കാരണം പറഞ്ഞാണ് ഗതാഗത വകുപ്പ് പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും പൊതുഗതാഗത മേഖലയിലെ യാത്രാ സൗകര്യവും ബസ് തൊഴിലാളികളുടെയും ബസ് ഉടമകളുടെയും ജീവിതോപാധിയാണെന്നതും കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തി വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുന്നതിനും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ അതേ കാറ്റഗറിയിൽ പുതുക്കി നൽകുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ RTOമാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്തപക്ഷം ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തയ്യാറാകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ, K സത്യൻ, പക്കീഷ കുഞ്ഞിപ്പ, പാസ് മാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVoc ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.